2019-ലും 2014-ലും 2019-ലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇടതുപക്ഷം. പക്ഷേ നമ്മളത് അതവിടെ നിൽക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2016 ആണെങ്കിലും 2021 ആണെങ്കിലും വലിയ മുന്നേറ്റം ഇടതുപക്ഷം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ. ലോക്സഭയിലേക്ക് ഇടതു വോട്ടുകൾ അവരുടെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് തോന്നുന്നു. അത് മറികടക്കാൻ പന്ന്യൻ രവീന്ദ്രന് കഴിയുമോ? എനിക്ക് സംശയമാണ്. കാരണം ഒരു കേരളത്തിലെ വളരെ അസാധാരണമായ ഒരു അവസ്ഥകളിലൊക്കെയാണ് ഇടതുപക്ഷം ലോക്സഭയിലേക്ക് പിന്നെ വലിയ വോട്ട് നേടുന്നത്. നമ്മുടെ ഈ കാലത്തെ ഇടതുപക്ഷത്തിന്റെ വോട്ടിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം 28 നേരത്തെ CDവാറിന്റെ വോട്ട് അല്പം കുറഞ്ഞെങ്കിലും, കാരണം രാമേന്ദ്രൻ നായരെ അപേക്ഷിച്ച് അല്പം കുറഞ്ഞെങ്കിലും വാസ്തവത്തിൽ അതൊരു ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ 28 അല്ലെങ്കിൽ 26 ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. 1-2% ഉണ്ടെന്നുള്ളത് വളരെ ചെറുത് തോന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് അവിടെ കിട്ടാത്തത്, അവിടെ ഈ അസംബ്ലിയിൽ കിട്ടുന്ന വോട്ട് തന്നെയാണ് അവർക്ക് എപ്പോഴും കിട്ടുന്നത്, സംശയമൊന്നുമില്ല, അതിനപ്പുറത്തില്ല. പക്ഷെ ലോക്സഭയിൽ പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ അപ്പുറത്തുനിന്ന് ലഭിക്കുന്ന വോട്ടുകളുണ്ടല്ലോ, ഇടതുപക്ഷത്തിന്റെ സാധാരണ ഹാർഡ് കോർ വോട്ടുകളല്ലാതെ വോട്ടുകളും ഇവിടെ ലഭിക്കുമ്പോഴാണ് എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളെ തീരുമാനിക്കുക. അങ്ങനെ അവർക്ക് ലഭിക്കാറുള്ള വോട്ടുകളാണ് പലപ്പോഴും ലോക്സഭയിൽ കോൺഗ്രസിന് മറ്റും മറിഞ്ഞു പോകുന്നത്. അത് ഇത്തവണയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആവാനാണ് സാധ്യത. കാരണം ഇടതുപക്ഷത്തിന് അതല്ലാതെ മറ്റൊരു കാണില്ല. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാർഡ് കോർ വോട്ട് അല്ലാത്ത രീതിയിൽ ഇടതുപക്ഷത്തിന് ഇത്തവണ ആകർഷിക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. രണ്ട്, അതിഭീമന്മാർ മത്സരിക്കുന്നു, വലിയ വരേണ്യരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഒരു സാധാരണക്കാരനായ പന്ന്യൻ രവീന്ദ്രനോടുള്ള ഒരു സിമ്പതി വോട്ട്, ഒരു അണ്ടർഡോഗിനോടുള്ള സിമ്പതി വോട്ട്, ഇത് വളരെ ചെറിയ നിസ്സാരമല്ല. പലപ്പോഴും അത് വളരെ നിർണായകം പോലും ആവാറുണ്ട്. പല മത്സരങ്ങളിലും, വലിയ മത്സരങ്ങളിലും ഈ അണ്ടർഡോഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ ഇങ്ങനെയാണ് വരുന്നത്. കാരണം അപ്രതീക്ഷിതമായി വരുന്ന ഒരു സിമ്പതി അദ്ദേഹത്തിനോടെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ള ആർക്കും അദ്ദേഹത്തിനോട് എതിർപ്പില്ല. അപ്പൊ ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ ഘടകത്തിൽ നോൺ പൊളിറ്റിക്കൽ വോട്ട്സിനെ ഒരു വിഭാഗത്തിനെങ്കിലും ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്ത് ഹാർഡ് കോർ ഇടതുപക്ഷ വോട്ടുകൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഇത്തവണ പോകുന്നത്. അല്ല, അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു സ്വഭാവം കൂടെ നമ്മൾ പരിശോധിക്കണം. തിരുവനന്തപുരത്ത് വോട്ടർമാരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ, അതൊരു ചെറുതില്ലാത്ത വിഹിതമാണ്. പല കാരണങ്ങളാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ഇവർക്ക് വലിയ മുഷിച്ചിലുണ്ട്. അതുപോലെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയുള്ള സബ്സിഡിയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം വേണ്ടത്ര വിധം നടക്കാത്തത്, ഇതൊക്കെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അകറ്റാൻ സാധ്യതയുണ്ട്. ഇതിന് ഇടതുമുന്നണി എല്ലായിടത്തും അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ്, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ വിശദീകരണം കൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുക എന്നത് അത്ര എളുപ്പമാണോ? ആ വെല്ലുവിളി ഈ പന്ന്യൻ രവീന്ദ്രൻ എന്നുള്ളത് ഒരു ഡാർക്ക് ഹോഴ്സായി മാറുകയാണെങ്കിൽ പോലും ആ വെല്ലുവിളി പന്ന്യന് മുന്നിലുണ്ടാവില്ലേ? ഉണ്ട്. പന്ന്യന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അത് തന്നെയാണ്. ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുണ്ടെന്ന് നമ്മൾ കരുതപ്പെടുന്ന, അത് അനുമാനിക്കുന്ന ഒരു വിഭാഗത്തിലെങ്കിലുമുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ ഈ തിരുവനന്തപുരത്തും അതുണ്ടാവും എന്നുള്ളതിനെ പറ്റി സംശയമില്ല. അതിന്റെ അർത്ഥം അതൊരു വലിയ ഘടകമാകും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ LDFനെ പൊതുവെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന, മറ്റു തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ഗവൺമെന്റിന് എതിരായി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ജനത്തിന്, അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഇതെല്ലാം ഒരു പരിധി വരെ, പക്ഷെ കേരളത്തിൽ പലപ്പോഴും ഇതെല്ലാം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പലപ്പോഴും കാണുന്നത് പലപ്പോഴും മാധ്യമങ്ങളിൽ മാത്രം നിലനിൽക്കുകയും അതിൻ്റെ ഉള്ളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് അതത്ര എത്താതിരിക്കുകയും ചെയ്യുന്ന ചില അനുഭവങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് അത് എത്രമാത്രം നിർണായകമാകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഇടത്തരക്കാരുടെ ഇടയിൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്ന വിഭാഗങ്ങളുടെ ഇടയിൽ ഒക്കെ ഒരു പരിധി വരെ അത് പന്ന്യൻ രവീന്ദ്രൻ നേരിടേണ്ടി വരും. അവസാനം ഒരു കാര്യം കൂടി, നമ്മൾ ഇത് പറയുമ്പോൾ ഈ അരാഷ്ട്രീയ വോട്ടുകൾ
ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ വിധി നിർണ്ണയിച്ചേക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വികസനം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവിടെ വരും. വികസനം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എടുക്കുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം ഒരു വലിയ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ്. അതേക്കുറിച്ചുള്ള അവകാശവാദങ്ങളുണ്ട്. പക്ഷേ വിഴിഞ്ഞം പ്രൊജക്റ്റ് നടപ്പാക്കുമ്പോൾ തന്നെ അതുമൂലം ആഘാതം അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ആ ആളുകളുടെ വോട്ടാണ് 2014 ശശി തരൂരിനെ ഒരു വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ വിഴിഞ്ഞം തുറമുഖം, ആ തുറമുഖത്തിൻ്റെ നിർമ്മാണം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന തീരപ്രദേശത്തെ ജനങ്ങൾ, ഇവരുടെയൊക്കെ വോട്ടുകൾ അത് എത്രത്തോളം നിർണായകമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ പദ്ധതികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഏറെക്കുറെ 3 മുന്നണികളും ഈ തമ്മിൽ ഏതാണ്ട് തുല്യ നിലയിൽ അത് അനുഭവിക്കേണ്ടി വരുമെന്നു. നേട്ടമായാലും കോട്ടമായാലും. കാരണം നേട്ടം പറയുകയാണെങ്കിൽ ശശി തരൂരിന് അവകാശപ്പെടാവുന്ന പോലെ ഇടതുപക്ഷം അതിൻ്റെ പൂർത്തിയാക്കുന്നതിൻ്റെ കാര്യത്തിൽ അവകാശപ്പെടാം. അത്ര തന്നെ BJPക്ക് അവകാശപ്പെടാം. കാരണം അദാനി അവരുടെ സ്വന്തം ആളാണ്. ഇതെല്ലാം കാരണം ഇപ്പം 3 പേർക്കും വാസ്തവത്തിൽ അതുപോലെ കോട്ടങ്ങളുടെ കാര്യത്തിൽ, അതായത് അതുകൊണ്ട് ഈ വികസനത്തിന്റെ ഡെവലപ്മെന്റ് റെഫ്യൂജീസ് എന്ന് പറയുന്നത് വികസനത്തിന് മൂലം അഭയാർത്ഥികളായി മാറിയിരിക്കുന്ന ഈ തീരദേശത്തെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചോളം അവർക്കുണ്ടാകുന്ന വിനോദവും രോഷവും ഈ 3 പേരും പങ്കിടേണ്ടി വരും. കാരണം ഇടതുപക്ഷം അതിനെ പൂർത്തിയാക്കുന്നതിൽ, ശശി തരൂർ അതിന്റെ വിജയവാപം ചെയ്യുന്നതിൽ, BJP അതിന്റെ പ്രധാനപ്പെട്ട സഹായി എന്ന നിലയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അത് ഈവൻ ഔട്ട് ചെയ്തു പോകാനാണ് സാധ്യത. അതുകൊണ്ട് അത് ആരെങ്കിലും കൂടുതൽ സഹായിക്കാനോ കൂടുതൽ ദ്രോഹിക്കാനോ അത് ഒരു പരിധിക്കപ്പുറം അതിന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ഒരുപോലെ അതിന്റെ അവകാശികളുമാണ്, അതിന്റെ നേട്ടത്തിന്റെ അവകാശികളുമാണ്, കോട്ടത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ കോട്ടത്തിന്റെ ഉത്തരവാദികളുമാണ്. അത് അവർക്ക് മനസ്സിലാവുന്ന പോലെയുള്ളൂ. കേരളത്തിൽ ആർക്കും അത് അറിയാവുന്ന പോലെ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവരാരും അതിൽ പ്രത്യേകമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. വളരെ ശക്തമായ പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന തിരുവനന്തപുരം, കേരളത്തിൽ ത്രികോണ മത്സരം അതിൻ്റെ വാച്യാർത്ഥത്തിൽ ഒരുപക്ഷെ നടക്കുന്ന മണ്ഡലമാണ്. സിറ്റിംഗ് MP എന്നുള്ള ആനുകൂല്യം ശശി തരൂരിനുണ്ട് എന്നുള്ളതിൽ തർക്കം വേണ്ട. കേന്ദ്രമന്ത്രി എന്ന പ്രിവിലേജ് ഉണ്ട് രാജീവ് ചന്ദ്രശേഖറിന്. ഒരുപക്ഷെ NDA തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ കേന്ദ്രമന്ത്രിയാകും എന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാനും സാധിക്കും. ഈ 2 അവകാശവാദങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ MP എന്നുള്ള ആനുകൂല്യത്തിൻ്റെയും അധികാരത്തിൻ്റെ ബലത്തിൻ്റെയും ഇടയിൽ തികഞ്ഞ സാധാരണക്കാരൻ എന്ന പ്രതിച്ഛായയുടെയും രാഷ്ട്രീയ നിലപാടിലെ വിട്ടുവീഴ്ചയില്ലായ്മയുടെയും കരുത്തുണ്ട് പന്തിന്. തിരുവനന്തപുരം പ്രവചനങ്ങളില്ലാത്ത ഒരു മത്സരത്തിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 20 എത്രയിൽ മറ്റൊരു മണ്ഡലവുമായി വീണ്ടും കാണാം. നന്ദി.